മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കൂനമൂച്ചിയിൽ റോഡ് ഉപരോധിച്ചു. വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുന്ന കൂനമൂച്ചി നടുവട്ടം റോഡ് നവീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. അപകടങ്ങൾ നിത്യസംഭവമായിട്ടും റോഡ് നവീകരിക്കാത്ത അധികൃതർക്കെതിരെയാണ് മുസ്ലിം ലീഗ് കൂനമൂച്ചി ടൗൺ കമ്മിറ്റി കപ്പൂർ വില്ലേജ് ഓഫീസിന് മുൻവശം റോഡ് ഉപരോധിച്ചത്. കഴിഞ്ഞ ജനുവരിയിൽ റോഡിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായി കപ്പൂർ സിറ്റിയിൽ ഇന്റർലോക്ക് ടൈൽസ് വിരിച്ചു എന്നല്ലാതെ പിന്നീട് യാതൊരുവിധ നിർമ്മാണവും നടന്നില്ലെന്നും തൽസ്ഥിതി തുടർന്നാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് 24 മണിക്കൂർ റോഡ് ഉപരോധിക്കുമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് SMK തങ്ങൾ പറഞ്ഞു. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെയും സ്ഥലം MLA-യും മന്ത്രിയുമായ രാജേഷിന്റെ ഒക്കെ തന്നെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ അവഗണനയുടെ പരമായി വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. എത്രയോ നിവേദനങ്ങൾ, ഹർജികൾ, സമരങ്ങൾ കണ്ടവരാണ് ഉദ്യോഗസ്ഥന്മാർ. മാത്രമല്ല, ജനജീവിതം ദുസ്സഹമായി പ്രയാസകരമായ അവസ്ഥയിലെത്തിയിട്ടും ഒരു കുഴി പോലും ഇവരുടെ ഈ ഫാസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ പേരിലെങ്കിലും ഒരു കുഴി പോലും അടക്കാനുള്ള ഒരു സന്മനസ് ഔദ്യോഗിക വിഭാഗത്തിലുള്ള സർക്കാരിനും ഉണ്ടായിട്ടില്ല. ഇത് 15 മിനിറ്റാണ് ഇന്ന് ഈ റോഡ് ഉപരോധം നടന്നിട്ടുണ്ടെങ്കിൽ റോഡ് ബന്ദ് തന്നെ 24 മണിക്കൂറുകൾ ബന്ദ് നടത്തി ജനം പ്രതികരിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബൈക്ക് യാത്രികരാണ് റോഡിലെ കുഴിയിൽ വീണ് ഏറെയും അപകടത്തിൽപ്പെടുന്നതെന്നും ഈ ഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിടുന്നതും മറ്റു വാഹനങ്ങൾക്ക് അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്ന പരാതിയുമുയർന്നു. മഴക്കാലമായാൽ കൂനമൂച്ചി നടുവട്ടം പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുരിതമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം നടപ്പാക്കാത്തതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. റോഡ് ഉപരോധ സമരത്തിൽ CM അലി, KP സുലൈമാൻ, PM മുഹമ്മദ്, സക്കീർ, ഖാദർ, മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.